എല്ലാവർക്കും ഉയർപ്പ് തിരുനാളിൻ്റെ ഏറ്റവും സ്നേഹോഷ്മളമായ അനുഗ്രഹ ആശംസകൾ. വിജയിക്കുന്നവരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ലോകത്തിൽ ഒരു പരാജിതൻ്റെ അല്ല, ഒരു നിത്യ പരാജിതൻ്റെ പുറകെ പോകുന്ന വിശ്വാസ സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്ത്യാനികൾ. വിശ്വാസവും ജീവിതവും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം ഉൾക്കൊള്ളേണ്ടി വരുന്ന മനുഷ്യൻ്റെ പൊതുബോധത്തിന് മുകളിൽ ഉയർത്തെഴുന്നേറ്റവൻ്റെ പേരാണ് ക്രിസ്തു. ഉത്തിതനായ ക്രിസ്തു ഒരു ക്രൈസ്തവൻ്റെ ശരീരഭാഷയാണ്. ജീവിത പ്രതിസന്ധികളെ വിശ്വാസത്തോടെ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിജീവനത്തിൻ്റെ ഊർജമായാണ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ ആത്മീയ ശക്തി നമ്മിൽ പ്രകടമാകുന്നത്. കാത്തിരിപ്പിൻ്റെ കൃപ അനുഭവിക്കുന്ന ഓരോ വിശ്വാസിയിലും ഉയർപ്പിൻ്റെ ആനന്ദം ഒരു പുതിയ ചലനം സൃഷ്ടിക്കുന്നുണ്ട്. ജീവിതത്തെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തി വ്യാഖ്യാനിക്കാൻ പരിശ്രമിക്കുന്ന ഓരോ വിശ്വാസിക്കും ഉയർപ്പ് ഒരു സത്യമാണ്. ഉയർപ്പ് ഒരു തുടർ പ്രക്രിയയാണെന്ന് പുതിയ നിയമത്തിൽ ഓരോ അനുഭവങ്ങളും സംഭവങ്ങളും ഓരോ നിമിഷവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ നിമിഷവും ഉയർത്തെഴുന്നേൽക്കുകയാണ് ക്രിസ്തു. പാപിയിൽ അനുതാപമായി ഉയർത്തത് ക്രിസ്തുവാണ്. രോഗിയിൽ ആരോഗ്യമായി ഉയർത്തത് ക്രിസ്തുവാണ്. അന്ധൻ്റെ കണ്ണിൽ കാഴ്ചയായി തെളിഞ്ഞത് ഉയർത്ത ക്രിസ്തുവാണ്. ബദരിൻ്റെ കാതിലെ ആദ്യത്തെ വാക്കായി ഉയർത്തതും ക്രിസ്തുവാണ്. ഊമൻ്റെ നാവിലെ ആദ്യത്തെ സ്വരമായി ഉയർന്നത് ഉത്തിതനായ ക്രിസ്തുവാണ്. ക്രിസ്തു ഉയർത്തുകൊണ്ടേയിരിക്കുകയാണ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹയുടെ വാക്കുകൾക്ക് വ്യാഖ്യാന പൂർണ്ണത ഉണ്ടാകുന്നത് ഇത്തരം അനുഭവങ്ങളുടെ നേർക്കാഴ്ചയിലാണ്. കാരണം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഓരോ സാഹചര്യങ്ങളിലും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ അനുഭവിക്കാൻ കഴിയുക എന്നതാണ് ഉത്ഥാനത്തിൻ്റെ കൃപാവരം. ഈ ഉത്ഥാനത്തിൻ്റെ കൃപാവരം എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കുമ്പോൾ ഞാൻ തിരിച്ചറിയുന്നു, എന്നിൽ അന്തർലീനമായിരിക്കുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ നിരന്തരമായ പ്രത്യക്ഷീകരണങ്ങളും സാന്നിധ്യവും. ഉത്തിതനായ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോ ക്രൈസ്തവനും അവൻ്റെ ശരീരഭാഷ ഉപയോഗിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നു. എൻ്റെ ജീവിതത്തിലും ഓരോ നിമിഷവും ഉയർത്തുകൊണ്ടേയിരിക്കുന്ന ക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തണം. അങ്ങനെയാവുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ പ്രസാദാത്മകമായ ഒരു മുഖഭാഷ സഹോദരങ്ങൾക്കിടയിൽ അവതരിപ്പിക്കാതിരിക്കാൻ എനിക്കാവില്ല. അവിടെ യാതൊരു കൃത്രിമത്വങ്ങളോ പൊയ്മുഖങ്ങളോ ഉണ്ടാവുകയില്ല. യാഥാർത്ഥ്യബോധത്തിൻ്റെ നിറമുള്ള സാക്ഷാത്കാരങ്ങളാണവ. തകർച്ചയുടെയും തളർച്ചയുടെയും താഴ്വാരങ്ങളിലേക്ക് താണിറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾക്കിടയിലും ഉത്തിതനായ ഈശോ നമ്മെ കാത്തിരിപ്പുണ്ടെന്ന പ്രതീക്ഷ നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ വിജയഗീതമാകുന്നു. കാരണം ചോദിച്ച് ഇരുട്ടിലേക്ക് തിരിച്ച് നടക്കുന്നവനല്ല വിശ്വാസി. പകരം ഉയർപ്പിൻ്റെ പ്രതീക്ഷയുടെ വെളിച്ചം കൊതിച്ച് കാത്തിരിക്കുവാനുള്ള കൃപ നഷ്ടപ്പെടുത്താതെ വിശ്വാസത്തിൻ്റെ കരുത്ത് കാത്തു സൂക്ഷിക്കുന്നവനാണ് വിശ്വാസി. ഈ ഉയർപ്പ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. മനസ്സ് തളരുമ്പോഴും ഒത്തിരി പരിശ്രമിച്ചിട്ടും കാത്തിരുന്നിട്ടും അരികിലെത്തിയ വിജയം വഴുതിമാറി പോകുമ്പോഴും കൂടെ നിൽക്കുമെന്ന് കരുതിയവർ ഒരു ജാളിതയും കൂടാതെ എൻ്റെ കുതികാൽ വെട്ടുമ്പോഴും അപ്രതീക്ഷിതമായി ഹൃദയബന്ധങ്ങൾ പൊട്ടിത്തകരുമ്പോഴും ലോകത്തിന് മുമ്പിൽ ഒരു നിത്യ പരാജിതനായി മുദ്ര കുത്തപ്പെടുമ്പോഴും ഒരു വെല്ലുവിളി നിൻ്റെ അടുത്ത് നിൽപ്പുന്നുണ്ട്. എന്നെക്കാളും നിന്നെക്കാളും കൂടുതൽ ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടിട്ടും അതിജീവനത്തിൻ്റെ ഉയർപ്പിൻ്റെ നവജീവനോടുകൂടി കുതിച്ചുയർത്ത ക്രിസ്തു ഒരു വെല്ലുവിളിയായി നമ്മുടെ അരികിലുണ്ട്. ആ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് നിർത്താം. ഉയർത്തുകൊണ്ടേയിരിക്കുകയാണവൻ. ഉയർക്കാതിരിക്കാൻ ക്രിസ്തുവിനാവില്ല. മരിച്ചു കിടക്കാൻ ക്രിസ്തുവിനാവില്ല. അവൻ ഉയർക്കാൻ മാത്രമേ കഴിയൂ, ഉയർപ്പിക്കാൻ മാത്രമേ കഴിയൂ. എൻ്റെയും നിൻ്റെയും ഉള്ളിലെ ആത്മവീര്യത്തെയും അതിജീവനത്തിൻ്റെ ഊർജത്തെയും അവൻ ഉയർപ്പിച്ചു തരും. ഉത്തിതൻ കൂടെയുണ്ട്. നമുക്കോർക്കാം, നമ്മുടെ ശരീരഭാഷ ഉത്തിതൻ്റെ ശരീരഭാഷയാവട്ടെ. ഉത്തിതൻ്റെ സമ്മാനം ഈ അതിജീവനത്തിൻ്റെ അവസാനത്തിൽ നമ്മെ പുൽകുന്ന സമാധാനമാണ്.
അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. ആ കൃപയ്ക്ക് വേണ്ടിയായിരുന്നു പരിശുദ്ധ വ്യാകുല മാതാവിനോടൊപ്പമുള്ള ഈ രക്ഷാകര യാത്ര. പിയാത്ത പരിശുദ്ധ അമ്മയോടൊപ്പമുള്ള യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതൊരു അനുഭവമാക്കി തീർത്ത എല്ലാവർക്കും സ്നേഹം, സന്തോഷം, നന്ദി. ആമേൻ.